പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തിക്കാധാരമായ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ മേലേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു മുഴക്കമുണ്ടായി. ഈ ശബ്ദം കേട്ട് പുരുഷാരം എല്ലാവരും ഒന്നിച്ചുകൂടി. 18 ഭാഷയിലുള്ളവർ സ്വന്തം ഭാഷ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലേക്ക് ഇവർ സംസാരിക്കുന്ന കേട്ടപ്പോൾ 11 മുതലുള്ള വചനഭാഗം, ക്രേത്യരും അറേബ്യരുമായ നാം നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും പരിഭ്രമിച്ചു, വിസ്മയം പൂണ്ട് ഇതെന്തായിരിക്കുന്നുവെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, ആത്മനിറവിന്റെ ഒരു ദൈവിക അഭിഷേകം ഇതുവരെയും കണ്ടിട്ടില്ലാത്തതും ഇതുവരെയും കേട്ടിട്ടില്ലാത്തതുമായ വൻകാര്യങ്ങൾ പറയത്തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ദൈവപ്രവൃത്തി. കാരണം ആത്മാവ് അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വന്നപ്പോൾ അവർ വിചാരിച്ചത് പുതുവീഞ്ഞു കുടിച്ചവരാണ്. കാരണം ഒരു ആത്മീയ ലഹരിയിലേക്കാണ് അവരെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് ജോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, അന്ത്യനാളിൽ എല്ലാ ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ആത്മസാന്നിധ്യത്തിന്റെ നടുവിൽ വലിയ ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിന്റെ 37-ാമത്തെ അധ്യായത്തിൽ വരണ്ട അസ്ഥികളുടെ നടുവിൽ പ്രവാചകനോട് ദൈവം പറയുന്ന ശബ്ദം, ഈ ശബ്ദം കേട്ടപ്പോൾ വലിയൊരു മുഴക്കമുണ്ടാകും. ഈ മുഴക്കത്തോടുകൂടെ അസ്ഥി അസ്ഥിയോട് ചേരുന്നു, അതിൻ്റെ മേൽ മാംസം വെക്കുന്നു, അതിന് ജീവൻ വരുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തിയെ അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അതെ, വരണ്ടു കിടക്കുന്ന ജനത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി കടന്നു വരുമ്പോൾ ജനം മാറുക, ആളുകൾ മാറുകയാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ ഒരാൾ പുതിയ മനുഷ്യനാകും, പുതിയ സൃഷ്ടിയാകും, പുതിയ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. വലിയ ആത്മനിറവിലേക്ക് പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവരും. എല്ലാവരും പരിഭ്രമിച്ചു, വിസ്മയം പൂണ്ടു, ഇതെന്തായിരിക്കുന്നുവെന്ന് തമ്മിൽ പറഞ്ഞു. പുതുവീഞ്ഞു കുടിച്ച ഒരു ആത്മലഹരി, പരിശുദ്ധാത്മാവിന്റെ വലിയ ആത്മസന്തോഷം അനുഭവിക്കുവാൻ അവർക്കിട വന്നു. അവർ മറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ കഴിയും. എല്ലാം മറന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം ദൈവവും ഞാനുമായിട്ടുള്ള, എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം അവിടെ പുതുക്കുവാൻ അവിടുന്ന് കർത്താവ് ഇടയാക്കുക. ഈ ആത്മാവിന്റെ ദൈവപ്രവൃത്തി ഇവർ അനുഭവിച്ച ശേഷമാണ് പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റു നിന്ന് ഇങ്ങനെ പറയുന്നു. 14 മുതലുള്ള വചനഭാഗം, അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരെ, യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. രാവിലെ 9 മണിയായല്ലോ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിവൃത്തിയാകാൻ പോകുകയാണ്. പ്രവാചകനായ ജോവേലിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവചന ദൂത് ഇവിടെ വെളിപ്പെടുകയാ ചെയ്യുന്നത്. അന്ത്യകാലത്ത് സകല ജഡത്തിന് മേൽ ഈ ആത്മാവിനെ പകരിയല്ലേ. ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഒരു ആഗ്രഹമുണ്ടോ? ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരും. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ആത്മീയ ചൈതന്യത്തിലേക്ക് നമ്മളെ മാറ്റും. നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കാം. അപ്പസ്തോലന്മാർ പെന്തക്കോസ്ത് നാളിൽ ഒന്നിച്ചുകൂടി അവർ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന മധ്യേ പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരുമേൽ വന്നു. അവർ ആത്മനിറവിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ഇത് കണ്ട്
എല്ലാവരും പരിഭ്രമിച്ചു പോകാൻ ഇടവന്നെങ്കിൽ ഇന്ന് ആത്മനിറവിന്റെ അനുഭവം മനുഷ്യബുദ്ധിക്ക് അതീതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവിലേക്ക് ഇന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും അകത്ത് ആത്മാവിന്റെ ശക്തിയും കൃപയും അങ്ങ് പകരണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.